അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചേ പടിഞ്ഞാട്ട് പോവാണോ മോനെ, എനിക്ക് പാടില്ല, ഒന്ന് വരുമെന്ന് പറഞ്ഞു. ഞാൻ ഗസ്റ്റിൻ്റെ കൂടെയാണ്, അപ്പോൾ ഞാൻ കൊണ്ടുവന്നേക്കണ ഗസ്റ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞു അമ്മ കുറച്ചങ്ങോട്ട് നടന്നോ, ഞാനിപ്പോൾ ഇതിലെ കൂടി കറങ്ങി അങ്ങോട്ട് വരും. അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ട് ഞാൻ നിർത്താട്ടാന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണെന്ന് അറിയില്ലട്ടാ. ഗസ്റ്റ് വേറെ ആരുമല്ല, നമ്മുടെ ആൾക്കാരൊക്കെ തന്നെയാണ്. അങ്ങനെ ഐസായിട്ട് അമ്മേനെയും കൂടി കൊണ്ടുകൊണ്ട് പോവാ. ഗസ്റ്റ് വന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ ഗസ്റ്റിനോട് സംസാരിച്ചായിരുന്നു. അവരമ്മ വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്, കയറ്റിക്കോട്ടെ എന്ന് വെച്ചു. നമ്മുടെ ബാക്ക് സീറ്റിൽ എന്തായാലും കാലിയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ് കയറ്റിക്കോളെ, ഗസ്റ്റ് വേറെ ആരും കേട്ടോ, നമ്മുടെ സ്വന്തം ചേപ്പറും. തുറന്നു കൊടുക്കോ ചേപ്പറോ, കയറിക്കോ. എങ്ങോട്ടാ അമിച്ച് പോള്? ഇങ്ങോട്ടാണ് കണ്ണമലി അവിടെ ആക്കിയാ മതി. തുറന്നിട്ടുണ്ട് കേട്ടോ. ആ ശരി ശരി. പ്രഷറിന്റെ അല്ലേ? ഭക്ഷണവും വേണ്ടാതെ ആളാകെ വന്നിട്ടുണ്ട്. അതാണ് പിള്ളേരെന്തെങ്കിലും മരിപ്പ് ഉള്ള കാര്യം അവരങ്ങനെ അമ്മ അങ്ങോട്ട് വലിച്ചടച്ചോ അങ്ങോട്ട്. ഓക്കെ, നാളെ പറമ്പ് ചെല്ലുമ്പോ ഞാൻ ഇറങ്ങാം. കണവരി അല്ല കിഴക്കോട്ട് ചെന്നിട്ട് ഓട്ടോ ഒക്കെ പോകണം. കിഴക്കേറ്റത്ത് ഓട്ടോ ഉണ്ട് ഇവിടെ. ഞാൻ വിചാരിച്ച അമ്മ അങ്ങോട്ടൊക്കെ ആയിരിക്കും പോണേന്ന്. ഇവിടെ മാളേപ്പറമ്പിന്ന് കിഴക്കേറ്റ. അപ്പൊ അവിടെ നിന്ന് വഞ്ചിയിൽ ഒറ്റക്ക് തുഴഞ്ഞു പോകുന്നു. ഇല്ല, കടത്ത് വഞ്ചി ഉണ്ടല്ലോ. കടത്ത് വഞ്ചി ഉണ്ടല്ലോ അവിടെ നിന്ന്. കിഴക്കോട്ട് പോകാൻ ചങ്ങര സ്കൂളിൽ ഇറങ്ങാം. ഇവിടെ വല്ലത്തോട് വഴി തന്നെ. അപ്പൊ അമ്മ അപ്പുറത്തെ ഐലൻഡിലല്ലേ, അപ്പുറത്തെ കരയെന്നല്ലേ? അവിടെ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു? റൂട്ട് കിഴക്കോ ഇങ്ങനെ പോകാലോ. തെക്കോട്ട് ചെന്നിട്ട് കിഴക്കോട്ട് പോകാം. ഞങ്ങളക്കരെ പോയി. ഈ പുറമ്പോക്ക് കിട്ടി അങ്ങനെ പോയി. അവിടെ വരെ വെച്ച് 45 കൊല്ലായിക്കരന്ന് പോയി. അവിടെ നിന്ന് റോഡൊന്നും ഇല്ലല്ലേ അങ്ങോട്ട് വരാൻ? റോഡ് ഒരു ഇത്തിരി, ഒരു ശകല ശകലമുള്ളൂ. ഒരു ഇത്തിരി തുറന്നു തരാം കേട്ടോ. കിഴക്കേറ്റത്ത് ചെല്ലണം. അപ്പുറത്ത് ഫോട്ടോ കിട്ടണമെങ്കിൽ അപ്പൊ മരുന്നൊക്കെ കഴിക്ക്, അസുഖമൊക്കെ മാറട്ടെ കേട്ടാ. മരുന്നൊക്കെ കഴിച്ച് അസുഖമൊക്കെ മാറട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണോട്ടാ. ആ ശരി ശരി. ആ അമ്മ പോയിക്കോട്ടെ എന്നാ. ശരി.